ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മംഗളൂരു ഗോവ സ്പെഷ്യൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് സന്നാസ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സന്നാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 3 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരിക്ക് പകരം ഇഡ്ഡലി റൈസ് എടുത്താലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചരി എടുത്താലും മതി. ഞാനിപ്പം 3 കപ്പ് പച്ചരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 കപ്പ് വെളുത്ത റേഷൻ കടയിൽ നിന്നൊക്കെ നമ്മൾ ചോറ് വെക്കുന്ന വെളുത്ത കളറിൻ്റെ അരി കിട്ടുമല്ലോ, കട്ട് സാമ്പാർ എന്നൊക്കെ പറയും. ആ അരി 1 കപ്പ് എടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ അരി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് കഴുകി ആ വെള്ള കളർ മാറി തെളിഞ്ഞ വെള്ളം വരുന്നവരെ നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 6 തൊട്ട് 7 മണിക്കൂർ ഇത് കുതിർക്കണം. ഞാനിവിടെ അരി 7 മണിക്കൂറാണ് കുതിർത്തത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂട്ടി ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. നമ്മൾ ഇഡ്ഡലിക്ക് ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ആ നല്ലൊരു പ്ലഫിനെസ് വരണമെങ്കിൽ നമ്മൾ കുറച്ച് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്താലേ അത്ര പ്ലഫി ആയിട്ട് ഇഡ്ഡലി നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി ഉണ്ടാകാൻ പാടില്ല. എത്ര ഫൈനായിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റുമോ അത്ര ഫൈനായിട്ട് അരച്ചെടുക്കാം. ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിൻ്റെ അകത്താണ് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം. ഞാനിപ്പം ഇതുപോലെ ഒരു കലത്തിലാണ് മാവ് എടുത്ത് വെക്കാൻ പോകുന്നത്. ഇതുപോലെ മണ്ണിൻ്റെ കലത്തിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ മാവ് പുളിക്കാൻ നല്ല സഹായമാകുകയും ചെയ്യും. ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മാവ് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ 2 3 ബാച്ചൊക്കെ ആയിട്ട് അരയ്ക്കുമല്ലോ അരയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആകാനും മാവ് നല്ല സോഫ്റ്റ് ആകാനുമായിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ മാവ് തനിയെ സോഫ്റ്റായി വരും. ഇപ്പോൾ കണ്ടോ, കുറച്ച് വെള്ളം അധികം പോലെ തോന്നും, പക്ഷേ രാവിലെ ആകുമ്പോഴത്തേനും മാവൊക്കെ നന്നായിട്ട് കുറുകി കിട്ടും. ഇനി നമുക്ക് കവർ ചെയ്ത് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിത് മാവ് നോക്കിയപ്പോൾ നന്നായിട്ട് ഇതുപോലെ മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ കലവായ കാരണമാണ് വലിയ അധികം പൊങ്ങാത്ത കൂട്ട് കാണുന്നത്. പക്ഷെ നന്നായിട്ട് മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പുളിച്ച മാവ് അധികം ഇട്ടങ്ങ് മിക്സ് ചെയ്യരുത്. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒത്തിരി നേരം ഇട്ടങ്ങ് മിക്സ് ചെയ്താൽ ആ പൊങ്ങിയ മാവ് കുറച്ചുകൂടി അങ്ങ് താന്നു പോകും. അപ്പം ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ സ്റ്റീമർ നമുക്ക് ആദ്യം തന്നെ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് സന്നാസ് റെഡിയാക്കാനായിട്ട് സന്നാസിൻ്റെ പാത്രം എടുത്തു. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ചെറിയ പാത്രത്തിലാണ്. സ്റ്റീലിൻ്റെ മാത്രമല്ല, അലുമിനിയത്തിൻ്റെ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ നമുക്ക് പാത്രങ്ങൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ സ്റ്റീലിൻ്റെ പാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിലാദ്യം തന്നെ നമ്മൾ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സെയിം അതുപോലെ തന്നെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കണം. മാവ് നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, ഫുള്ളായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കരുത്. ഒരു 1/4 ഭാഗം മാവ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ചൂടായി കഴിയുമ്പോൾ തന്നെ പൊങ്ങി വന്നിട്ട് മാവെല്ലാം പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ സന്നാസിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് ഔട്ടായി പോകും. അപ്പോൾ അത് കാരണം നമ്മളൊരു 1/4 ഭാഗം മാത്രമേ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എല്ലാ പാത്രത്തിലും ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇത് നമ്മൾ ആദ്യം തന്നെ സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രമോ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അത് കഴിയുമ്പോൾ ഈ ഇഡ്ഡലി നമ്മൾ സന്നാസ് അതിലേക്ക് വെച്ചിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് മാക്സിമം വേണ്ടി വരും അകത്തൊക്കെ നന്നായിട്ട് വേകാനായിട്ട്. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ സന്നാസ് എല്ലാം നന്നായിട്ട് വെന്ത് ഇത് കണ്ടോ നല്ലതായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. ചിലതൊക്കെ ഇതുപോലെ
വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പൊട്ടി വരും. അപ്പം ഒന്ന് നന്നായി തണുത്ത് കഴിയുമ്പം ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. എന്ത് സോഫ്റ്റായിട്ടാണ് ഈ സന്നാസ് ഉള്ളതെന്നറിയാമോ, കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതുപോലത്തെ ഇഡ്ഡലിയുടെ പാത്രം, ചെറിയ ചെറിയ പാത്രം ഇല്ലെങ്കിൽ നമുക്ക് മാവ് ഇതുപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ഇത് മുറിച്ചെടുത്ത് വട്ടയപ്പം പോലെ നമുക്ക് മുറിച്ചെടുത്ത് കറിയോ ചമ്മന്തിയോ സാമ്പാറോ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സന്നാസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.